വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഷൊർണൂർ കണയം ശ്രീ കാഞ്ഞിരങ്ങാട്ട് മഹാശിവക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ശുദ്ധികലശം സമാപിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് 24, 25, 26 തീയതികളിലായി ശുദ്ധികലശം നടന്നത്. ചടങ്ങുകൾക്ക് തന്ത്രി കരിയന്നൂർ ഭവത്രാജൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നൃഭ്യോ നാരിഭ്യോ മഹിസ്രവസ്തു വിനൃംണം. മേൽശാന്തി കേശവ ശർമ്മ, മറ്റു പൂജാരിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച വൈകിട്ട് ശുദ്ധികലശത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ദീപാരാധന, പ്രസാദശുദ്ധി, അസ്ത്രകലശ പൂജ, രക്ഷോത്ഘന ഹോമം, വാസ്തുകലശ പൂജ, വാസ്തുഹോമം, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, പുണ്യാഹം, അത്താഴപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. തിങ്കളാഴ്ച കാലത്ത് ഗണപതി ഹോമം, ഉഷപൂജ, ബിംബശുദ്ധി, കലശപൂജകൾ, 25 കലശപൂജകൾ, സുബ്രഹ്മണ്യന് നവകം, പഞ്ചഗവ്യ പൂജകൾ, ബിംബശുദ്ധി കലശാഭിഷേകം, ഉച്ചപൂജ, 25 കലശാഭിഷേകം, ശ്രീഭൂതബലി തുടങ്ങിയ വിശേഷാൽ പൂജകളും ലഘുഭക്ഷണ വിതരണവും ഉണ്ടായി. ബുധനാഴ്ച കാലത്ത് ക്ഷേത്രം മേൽശാന്തി കേശവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും മറ്റു വിശേഷാൽ പൂജകളും നടന്നു. തുടർന്ന് ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ച് രാവിലെ 7:30 സംഗീതാർച്ചനയും തുടർന്ന് 8:30 തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീഹരി ഗിരീഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജയും തുടർന്ന് ഹരിപത്തനാപുരത്തിന്റെ ഭക്തി പ്രഭാഷണവും ശേഷം പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. ദീപാരാധനയ്ക്ക് ശേഷം വാദ്യകലാനിധി കലാമണ്ഡലം ദേവരാജൻ, വാദ്യശ്രീ അത്താളൂർ ശിവദാസൻ മാരാർ, സർവശ്രീ പനമണ്ണ മനോഹരൻ, ഓങ്ങലൂർ ഉണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് കലാകാരന്മാർ അണിനിരക്കുന്ന മേളവും അരങ്ങേറി. തുടർന്ന് 27 സംഗീതാർച്ചന, സർവൈശ്വര്യ പൂജ, പ്രസാദ ഊട്ട്, സഹസ്രദീപ പ്രജ്വലനം മേളം എന്നിവയും ഉണ്ടായി. കണയം കാഞ്ഞിരങ്ങാട്ട് ശിവക്ഷേത്രത്തിൽ 2026 മെയ് മാസം 24, 25, 26, 27 തീയതികളിൽ വളരെ ഒരു ആഘോഷം പോലെ ഭക്തജനങ്ങളെ ഏറ്റെടുത്ത പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24, 25, 26 തീയതികളിലായിട്ട് കരിയന്നൂർ ഭവത്രാജൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ ശുദ്ധികലശം നടന്നു കഴിഞ്ഞു. ഇന്ന് തിരുനാവായ ശ്രീഹരിഗിരി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഐശ്വര്യപൂജയും അതിനോടനുബന്ധിച്ച ഹരിപത്തനാപുരത്തിൻ്റെ പ്രഭാഷണം, അതിനുശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദവോട്ട്, അതിനുശേഷം ഇന്ന് വൈകുന്നേരത്ത് സഹസ്രദീപ പ്രോജ്വലനം, അതിനുശേഷം 7:30 മണിക്ക് 100ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം. ഇത്രയും ബൃഹത്തായ പരിപാടി കണയം ശിവക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, ഷൊർണൂർ. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.